ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കേട്ടോ. മടി നമുക്ക് ഭയങ്കര വില്ലനാണല്ലോ. അപ്പോൾ മടി മാറ്റാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഗോളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മടിയന്മാരായി പോകും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിപ്പോൾ 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷം, ഇപ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ എന്തായി തീരണം, അല്ലെങ്കിൽ ഏതൊരു പൊസിഷനിൽ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു തീർക്കണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെ എന്ത് ആണേലും ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മടി മാറ്റാൻ പറ്റും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിയെ പതിയെ ആ ഗോളിന് വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കുകയാണ്. പെട്ടെന്നൊരു സമയത്തല്ല, ഇപ്പം നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഡൽഹിക്ക് പോകണം ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി ഏതെങ്കിലും കിട്ടുന്ന വണ്ടി കയറി നമ്മൾ ഡൽഹിക്ക് പോവുകയല്ല ചെയ്യണത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം. അപ്പോൾ പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടി ഇടയ്ക്ക് വെച്ച് അത് അവിടെ വരെ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ പെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വേണം നമ്മൾ ആ ഗോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഡൽഹിക്ക് പോവുകയാണെങ്കിൽ കറക്റ്റ് പ്ലാൻ ചെയ്യുക. ആരെങ്കിലും നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. നമുക്ക് അതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പയ്യെ നമുക്ക് പറഞ്ഞു തരാൻ തുടങ്ങും. അപ്പം തന്നെ നമ്മൾ ആ ടൈം എവിടേക്കാണോ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, അപ്പം നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് മടി പിടിക്കുന്നത്, എനിക്ക് സമയം പോകുന്നത് എവിടെയാണ് എന്നുള്ളതൊക്കെ. ചിലപ്പോൾ നമ്മൾ TV കണ്ട സമയം പോകും, ചിലപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ കുറേ നേരം സംസാരിച്ച് ടൈം പോകും. ഈവൻ ഒന്നുമില്ല, നമ്മൾ വെറുതെ വഴികൾ നടന്നു പോവുകയാണെങ്കിൽ അവരെല്ലാം കണ്ട് കുറേ നേരം അവരോട് സംസാരിച്ച്, വെറുതെ ഒരു കാര്യമില്ലെങ്കിൽ പോലും ഒത്തിരി സംസാരിച്ച് 5 മിനിറ്റിൽ തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ട് തീർക്കും. വീഡിയോ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ സമയം കുറേ പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങും, വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ നമ്മളങ്ങ് കിടന്ന് ഉറങ്ങും. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ഗോൾ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിലൊക്കെ നമുക്കാണെങ്കിൽ അയ്യോ സമയം കളയുവാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കൺട്രോളിലേക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്യുക. ഒരു ടൈം ടേബിൾ നമ്മൾ എപ്പോഴും കരുതുക. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിളായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ടൈമായിരിക്കും കിട്ടണം. ഒരു 2 മിനിറ്റാണ് കിട്ടണമെങ്കിൽ പോലും നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു 2 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമായിരിക്കും കിട്ടുന്നത്. അതനുസരിച്ച് നമ്മൾ ഒരു ദിവസം ഒരു 2 മിനിറ്റ് ആണെങ്കിലും പോലും നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോകാന്നുള്ള കാര്യമാണ്. അപ്പം തന്നെ നമുക്ക് മടി പിടിക്കാൻ പറ്റില്ല. ആ 2 മിനിറ്റ് ഉള്ളപ്പോൾ നമുക്ക് ഗോൾ ഇല്ലെങ്കിൽ നമ്മളത് വെറുതെ ഉറങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ വെറുതെ സമയം കളയും. അപ്പോൾ ഒരു ഗോൾ ആദ്യം കണ്ടുപിടിക്കാതെ നമ്മൾ ടൈം മാനേജ് ചെയ്യുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സെൽഫ് മോട്ടിവേഷൻ. അതാണ് നമ്മൾ എന്ത് കാര്യത്തിലും നമ്മുടെ ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നമ്മളുടെ നമുക്കത് ചെയ്യാൻ പറ്റും, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക എന്നതാണ്. നമുക്ക് എന്ത് കാര്യം ഏതൊരു ഗോളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നല്ലൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. അത് നമ്മളിപ്പോൾ ഈവൻ നമ്മുടെ പാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ ഓർത്തിട്ട് നമ്മളത് പിന്നെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ നമ്മൾ അടുത്ത ഗോള് നോക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. പാസ്റ്റ് അത് കഴിഞ്ഞു, നമ്മുടെ ഫ്യൂച്ചർ ഇനി നോക്കുക. കാരണം ഇപ്പം നമ്മളാണെങ്കിൽ ഒരു സേഫ് സോണിലാണ്, നമുക്ക് വെൽത്ത് ഉണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെയുണ്ട്. അപ്പം നമ്മളിങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നെക്സ്റ്റ് നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം 20 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയാകും എവിടെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ നല്ല അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് കയറി പോകും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കും.
ബിഗ് സീറോ ആയിട്ടിരിക്കും. ആ ഒരു അത്രയും വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്ലാനിങ് വേണം. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മളെപ്പോഴും എന്തിനേലും വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മടി കുറയും. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഗോളിലേക്ക് പോകാനുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമ്മളെ സ്വപ്നം നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, നമ്മളെ ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന ഉറക്കം വരുത്താതിരിക്കുന്നതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രീംസ് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളിങ്ങനെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഉറക്കത്തിൽ പോലും ഈ ഒരു ഗോള് അല്ലെങ്കിൽ ഈ ഒരു ഡ്രീം ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഒന്നും നമുക്ക് മടി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഫുൾ ടൈം നമ്മുടെ ബ്രെയിൻ ഇത് തന്നെയായിരിക്കും പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇങ്ങനെ ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇവിടെ പോവാണ്, ഞാൻ ഈ കാര്യം ഇങ്ങനെ കാര്യം എല്ലാം ഇങ്ങനെ ചുമ്മാ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. എല്ലാവരോടും ഇങ്ങനെ പറയരുത്. പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സീക്രട്ട് ആയിട്ട് വയ്ക്കാം. ഇനി ഈവൻ നമുക്കത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ പേരൻസ്, അതായത് നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ നല്ലത് വരണം എന്നൊക്കെ നമ്മൾ അത്രമേൽ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു 100% നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളവരോട് മാത്രം നമ്മളത് തുറന്നു പറയാം. എനിക്കിങ്ങനെ ഒരു ഗോളുണ്ട്, എനിക്ക് അതിലേക്ക് മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവരുടെ കയ്യിലുള്ള ഐഡിയാസ് നമുക്ക് തരും. അല്ലാതെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചില ആൾക്കാരുണ്ട് നമുക്കിങ്ങനെ നെഗറ്റീവ് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മളത് വീക്കായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത് അവരെ നമ്മൾ പുറകോട്ട് വലിക്കും. അതല്ല, നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ആയിട്ടിരിക്കണം. എപ്പോഴും പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ആൾക്കാരുടെ അടുത്ത് വേണം നമ്മളെല്ലാ കാര്യം ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി വരും. നമ്മുടെ ഗോളിലേട്ടുള്ള ദൂരം കുറഞ്ഞ് വരും. നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെയുണ്ട്, നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇതുപോലെ കേൾക്കുവാണെങ്കിൽ അത് നല്ല കാര്യങ്ങൾ അതിലുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയോടെ നല്ലതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തങ്ങ് പോകാം. അതല്ലെങ്കിൽ അത് ഈ ഒരു ചെവിക്കൊക്കെ ഇട്ട് ഈ ചെവിയുടെ അങ്ങ് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിങ്ങനെ വിചാരിച്ച് വീക്കായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കത്തുള്ളൂ. നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. സോ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ടൈം ടേബിൾ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള കാര്യം. ഞാൻ ആദ്യം പറഞ്ഞു, ടൈം ടേബിൾ നമുക്ക് എപ്പോഴും വേണം. സമയം നമുക്ക് വേണ്ടി വെക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയും പോലെ നല്ല സമയം ഉണ്ടാവും, ചീത്ത സമയമൊക്കെ ഉണ്ടാവും. സമയം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കളയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ മടി പിടിച്ചിരിക്കുന്ന ടൈം എല്ലാം നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ തന്നെ നമ്മുടെ ഹെൽത്ത് ചിലപ്പോൾ ഇങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മുടെ ഗോൾ മാക്സിമം നമ്മളിപ്പോൾ നന്നായിട്ടിരിക്കുന്ന ടൈമിൽ, ഇപ്പം നമുക്ക് എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം. ആ ടൈമിൽ തന്നെ നമുക്ക് പറ്റുന്ന അത്ര നമുക്ക് ഒരു ഗോൾ വെച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുക, മടി പിടിച്ചിരിക്കാതിരിക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഒരു ഗോൾ എന്തായാലും എന്തും ആയിക്കോട്ടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഗോൾ ഇല്ലാത്ത ടൈമിലാണ് നമ്മൾ മടി പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നേരത്തെ, ഇപ്പം നമ്മൾ ഡെയിലി നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. നേരത്തെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ വേഗം നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കുന്ന ആളാണ്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊന്നും ആദ്യം നേരത്തെ എണീറ്റ് നോക്കുക. അപ്പം തന്നെ നമുക്ക് ആ എക്സ്ട്രാ സമയം കിട്ടും. നമുക്ക് കുറേയും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ശരിക്കും. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ, ഇപ്പം സൺഡേ, ഞാൻ പണ്ട് സൺഡേ കുറേ നേരം കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പോൾ 9 മണി 10 മണിക്കൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. അന്നേരമൊക്കെ എനിക്ക് ആ ഒരു സൺഡേ ഫുള്ള് വേസ്റ്റ് ആയി തോന്നുന്നത്. ഒരു ഓർഡറും ഇല്ലാതെ പോകുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഒരേ ടൈമിൽ തന്നെ എണീറ്റ് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇത്രയോടെ അരമണിക്കൂറൊക്കെ മുമ്പ് എണീക്കുന്ന ദിവസം എനിക്ക് കുറേ കൂടെ ടൈം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാം. നമ്മുടെ സമയം എപ്പോഴും നമുക്ക് സമയത്തിന് ഭയങ്കരമായിട്ട് നല്ല വാല്യൂ കൊടുക്കുക. നമ്മുടെ ഓരോ സെക്കൻഡ് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മടി കുറേ മാറും. അതുപോലെ ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഗോളില്ലാതെ മുന്നോട്ട് പോയാൽ നമ്മളിങ്ങനെ താഴേട്ട് പോരുള്ളൂ. അപ്പോൾ എപ്പോഴും
എപ്പോഴും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്ത് കാര്യം, ഇപ്പോൾ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, നമ്മുടെ ജോബ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും പോകാനായിക്കോട്ടെ, എന്ത് കാര്യം നമ്മളൊരു ഗോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മടിയൊക്കെ മാറി സെറ്റാവുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.